പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ഈ 9-ാം മാസത്തിന്റെ 9-ാമത്തെ പ്രഭാതത്തിൽ ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും ദൈവസേന നമുക്ക് പ്രാർത്ഥനയോടുകൂടെ അടുത്തു ചെല്ലാം. ആമേൻ. സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്നും വരുന്നു. പൂർണ്ണ ദൈവാശ്രയത്തിലും ദൈവഭക്തിയിലും ജീവിക്കുന്നവരെ ദൈവം വളരെ സ്നേഹിക്കുകയും അവർക്ക് വളരെ ദൈവകൃപയും ഉന്നതിയും ദൈവം നൽകുകയും ചെയ്യുമെന്നതിന് സംശയം ഇല്ല. ഒരു ദൈവവേദന്റെ ഉയർച്ചയും പദവിയും അവർ അനുഭവിക്കുന്ന സമാധാനവും ലോകത്തിന് സഹിക്കുവാൻ കഴിയുന്നതല്ല. തങ്ങൾക്ക് ലഭിക്കാത്ത ഉയർച്ചകൾ മറ്റാർക്കും ഉണ്ടാകേണ്ട എന്നാണ് പിശാചിൻ്റെ എപ്പോഴുമുള്ള ചിന്തയും അവൻ്റെ ആഗ്രഹങ്ങളും. ഈ ലോക മനുഷ്യരിലും ചിലപ്പോൾ പേരിന് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരിലും പ്രവർത്തിക്കുന്നത് സാത്താനും അവൻ്റെ ദൂതന്മാരുമാണ് എന്നതിനും സംശയമില്ല. ഈ സ്തോത്രം, ഒരു ദൈവഭക്തൻ നേരിടുന്ന അസൂയയുടെയും വെല്ലുവിളിയുടെയും എതിർപ്പുകളുടെയും മുമ്പിൽ പലപ്പോഴും രോഷാകുലനാകാതെയും തനിക്ക് നേരിടുന്ന പ്രശ്നത്തിന് ദൈവം പരിഹരിക്കുന്നതിന് വേണ്ടി അത് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയും ദൈവത്തെ നോക്കി പ്രശ്നങ്ങളോട് മൗനത പാലിക്കുകയും ചെയ്യണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഉപദേശങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുടെ ഉപദേശങ്ങൾക്ക് പലപ്പോഴും കർത്താവ് ശബ്ദമുയർത്തിയിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. ഹല്ലേലൂയ. യെരൂശലേം ദേവാലയം കള്ളന്മാരുടെ ഗുഹ പോലെ ആക്കിയപ്പോൾ ചുങ്കക്കാരുടെയും സ്തോത്രം കച്ചവടക്കാരുടെയും ഒക്കെ പലിശക്കാരുടെയും സ്തോത്രം ഗുഹയാക്കി മാറ്റിയപ്പോൾ യേശു അവരെ അടിച്ചു ഓടിക്കുവാനിടയായി. എന്നാൽ തൻ്റെ ശുശ്രൂഷകളോടും പദവികളോടും മാനത്തോടും തനിക്ക് എതിരായി വന്ന ദൂഷണങ്ങളോടും സഹാരങ്ങളോടും ക്രൂരതകളോടും പ്രതികരിക്കാതെ മൗനമായിരിക്കുകയും ന്യായമായി വിധിക്കുന്ന ദൈവത്തിങ്കൽ കാര്യം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പല കോടതികളിൽ തന്നെ മാറി മാറി ചോദ്യം ചെയ്തപ്പോഴും തൻ്റെ മുഖത്ത് തുപ്പിയപ്പോഴും യേശു ക്രിസ്തു മൗനമായിരുന്നു. മക്കളില്ലാത്ത ഭാരത്താൽ വളരെ വേദന അനുഭവിച്ചവളാണ് ഹന്ന. തൻ്റെ പ്രതിയോഗിയായ പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നതിനാൽ വളരെ വേദനയോടുകൂടെയാണ്, നിന്ദയോടുകൂടെയാണ് ഹന്നയോട് പെരുമാറിയതും അവളെ വീക്ഷിച്ചിരുന്നത്. ആലയത്തിൽ പോവുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം പ്രാർത്ഥന കേട്ട് മക്കളെ നൽകിയാലോ എന്നതായിരിക്കാം പെനീനയുടെ ഭയം. അതുകൊണ്ട് ഹന്ന ആലയത്തിൽ പോകുന്ന സമയമായിരിക്കാം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ആലയത്തിൽ വന്ന് അവൾ ദൈവത്തോട് തൻ്റെ സങ്കടങ്ങളെ ഭരമേൽപ്പിച്ചു മൗനമായിരുന്നു. പ്രിയ ദൈവവേദനേ, നമ്മുടെ ജീവിതത്തിൻ്റെ നടുവിൽ വരുന്ന പ്രതികൂലത്തിൻ്റെ മുന്നിൽ നാം പ്രതികരിക്കാതെ ദൈവസന്നിധിയിൽ മൗനമായി ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം ആ വിഷയത്തിൽ ഇടപെടുകയും ന്യായമായ മറുപടി നമുക്ക് ലഭിക്കുകയും ചെയ്യും. ആമേൻ. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവവേദനേ, നിനക്കെതിരായി എത്ര തന്നെ ശത്രു ശബ്ദമെടുത്താലും പ്രതികരിക്കാതെ മൗനമായിരിക്കുക. ആ വിഷയത്തിന് ദൈവം മറുപടി നൽകുവാനിടയാണ്. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് മോശയോട് അരുളിയതുപോലെ ഈ പ്രഭാതം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുന്നു. ഇന്നലെ വരെ കണ്ടു പഴകിയ ദൈവപ്രവൃത്തിയല്ല കുഞ്ഞെ ഈ പ്രഭാതം നീ കാണുവാൻ പോകുന്നത്. കഴിഞ്ഞ നാളുകളിൽ തുറന്ന അതേ വാതിലല്ല ഇനി നിന്റെ ജീവിതത്തിൽ തുറക്കാൻ പോകുന്ന വാതിൽ. നീ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത വഴിയും വാതിലും നിനക്ക് വേണ്ടി തുറക്കുവാൻ സ്വർഗം ശക്തനാണ്. കഴിഞ്ഞ 8 മാസം നിന്നെ നടത്തിയ വഴികളിൽ കൂടെയല്ല ഇനി നീ നടക്കാൻ പോകുന്നത്. ഈ പ്രഭാതം ഈ വചന സന്ദേശം കേൾക്കുന്ന ദൈവവേദനയെ വിശ്വസിച്ചുകൊണ്ട് ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രം പ്രാർത്ഥിച്ചാട്ടെ. നിശ്ചയമായും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും. സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ നമുക്കും പറയാം, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ
അവങ്കിൽ നിന്ന് വരുന്നു. അതേ, നമ്മുടെ പ്രത്യാശ ആ ക്രൂശിലെ സ്നേഹത്തിൽ നിന്നും ഇന്ന് പകൽക്കാലം അവൻ വരുവാനിടയാകും. നമ്മുടെ കണ്ണുകളെ വീഴ്ചനടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രോഗബലഹീനതയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും ഒരു വിശാലത കർത്താവ് കാണുവാൻ കഴിയാതെ, കർത്താവ് കടഭാരങ്ങളിൽ നിന്നും ഒരു വിടുതൽ കാണുവാൻ കഴിയാതെ, ഏതൊക്കെ നിരാശകളിൽ തൻ്റെ മക്കളായിരിക്കുന്നുവോ, ഈ പ്രഭാതം ദൈവമേ ആമേ പ്രത്യാശ അങ്ങിൽ വെച്ചുകൊണ്ട് അവൻ കർത്താവ് എളിയവനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗം അത്ഭുതം ചെയ്യണം. തലമുറകളെ ഓർത്ത് കരയുന്നവർ, അവരുടെ ഭാവികളെ ഓർത്ത്, അവരുടെ വിദ്യാഭ്യാസങ്ങളെ ഓർത്ത് കരയുന്നവർ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, നമ്മെ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന അവൻ ഏകാന്തതയുടെ അനുഭവങ്ങൾ, മാനസികമായ നിരാശകൾ, ശാരീരികമായ ക്ലേശങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചവർ, കർത്താവ് ഏതൊക്കെ വിഷയങ്ങളിൽ ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി ദൈവമുഖത്തേക്ക് നോക്കുന്നുവോ, ഇന്ന് പകൽക്കാലം ആ വിഷയങ്ങൾക്കെല്ലാം സ്വർഗം മറുപടി നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.